കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മുടെ 3D മോഡൽ എങ്ങനെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാമെന്ന് കാണിച്ചത്. പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ 3D മോഡൽ ആനിമേഷൻ ആക്കി തീരാം. അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എങ്ങനെ ഒരു 3D മോഡൽ ആനിമേഷൻ ആക്കി തീരാം, അത് ഫ്രീ ആയിട്ട് എന്നാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ലെറ്റ്സ് ഗോ ദ വീഡിയോ. അപ്പോൾ ബൂം. ഹലോ ഗൈസ്, എൻ്റെ പേര് കൃഷ്ണനുണ്ണി ജയൻ ആൻഡ് ടുഡേ വി ആർ കമ്മിങ് ഫോർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് എങ്ങനെ നമുക്കൊരു 3D മോഡൽ നമ്മുടെ മുഖം കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാമെന്ന്. ഓക്കെ, നമ്മുടെ മുഖത്തിൻ്റെ ഫോട്ടോനെ കൊണ്ട് എങ്ങനെ നമുക്ക് 3D മോഡൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എങ്ങനെ ഒരു 3D മോഡൽ നമുക്ക് ഫ്രീ ആയിട്ട് ആ 3D മോഡൽ നമുക്ക് എങ്ങനെ ഒരു ആനിമേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇനി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ മൂവ്മെൻ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയുന്ന പോലെ ചെയ്യേണ്ട. ഇപ്പോൾ ചെറിയ മൂവ്മെൻ്റ് ഒക്കെയാണ് മിക്സാമോ എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ മിക്സാമോ എന്ന് അടിക്കുക. ഓക്കെ, മിക്സാമോ എന്ന് അടിക്കുമ്പോൾ തന്നെ ലോഗിൻ ചെയ്യാനായിരിക്കും വരിക. അപ്പോൾ ഞാൻ ലോഗിൻ ഓൾറെഡി ആയതുകൊണ്ട് തന്നെ എന്താവും, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കും വരിക. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കും വരിക. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഞാൻ അന്ന് ഉണ്ടാക്കിയ ക്യാരക്ടറായിരുന്നു, നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, യൂസ് കേസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇതിന് ഇഷ്ടംപോലെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതായത് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പേജിന് 96 പേജാണ്. ഒരു പേജിൽ തന്നെ 96 മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടം പോലെ എന്താണുള്ളത്, നമ്മുടെ പേജുകളാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ നമ്മളെ സൂപ്പർ ഹീറോ അങ്ങനത്തെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സൂപ്പർ ഹീറോ നമ്മൾ എടുക്കുകയാണ്. സൂപ്പർ ഹീറോയിലിപ്പോൾ ഇതെടുക്കും. ഓക്കെ, ഇഷ്ടംപോലെ ഉണ്ട് സൂപ്പർ ഹീറോയിൽ. ജമ്പിങ് എടുക്കാം. ഓക്കെ, സൂപ്പർമാൻ നമ്മൾ ജമ്പ് ചെയ്യുന്നു, കണ്ടോ ഗൈസ്. ഇങ്ങനത്തെ ഇഷ്ടംപോലെ ഷോർട്സ് നമുക്ക് കിട്ടുന്നതാണ്. അത് വീഡിയോ ആയിട്ടല്ല, നമ്മുടെ FPS ഇപ്പോൾ നമ്മളെ ബ്ലെൻഡറിൽ പോയിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്കത് നേരെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി മൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതും മൂവ്മെൻറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലെൻഡറിൽ മൂവ്മെൻറ്റ് ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ നമുക്ക് കാണാം. യെസ്, ഇനി നമ്മൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. FPS ഉണ്ട്, പിന്നെ വിത്ത് സ്കിൻ ഉണ്ട്, പിന്നെ 30 എത്ര ഫ്രെയിം റേറ്റ് ആണോ വേണ്ടത്, 24 ആണോ 60 ആണോ 30 ആണോ. ഇപ്പോൾ ഞാൻ 30 ഡിഫോൾട്ടാണ് എടുത്തേക്കുന്നത്. കീ ഫ്രെയിം ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്, യൂണിഫോം ഉണ്ട്, നോണും ഉണ്ട്. യെസ്, പിന്നെ വിത്ത് സ്കിന്നും ഉണ്ട്, വിത്തൗട്ട് സ്കിന്നും ഉണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വിത്ത് സ്കിന്നാണ്. FPS ഉണ്ട്, FPS തന്നെ പല സാധനങ്ങളും ഉണ്ട്, പിന്നെ കൊളാഡ ഉണ്ട്, അങ്ങനെ സംഭവങ്ങളുണ്ട്. അതായത് DAE. കേസ് ഇനി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും മേലെ നമുക്ക് എന്ത് വരും, ഡൗൺലോഡിൻ്റെ ചിഹ്നവും വരും. ഓക്കെ, ഒരു 5 സെക്കൻഡ് കൊണ്ട്, ഓക്കെ 5 സെക്കൻഡ് അല്ല, ഒരു 2 സെക്കൻഡ് കൊണ്ട് കിട്ടിയേക്കാണ്. കേസ് അപ്പോൾ നമ്മളിതാ ഡൺ അമർത്തിയേക്കാണ്. ആ ഡൗൺലോഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതാ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആക്കണം. ഇങ്ങനത്തെ ഇൻ്റർഫേസ് 3D വ്യൂവറിൽ കാണാം. കേസ് 3D വ്യൂവറിൽ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ടോ അമ്പരി ഉണ്ടോ, ഇത് നമ്മൾ സെലക്ട് ചെയ്ത ഇതാണ്, കണ്ടോ കൃത്യമായിട്ട് സിനിമാറ്റിക് ഷോട്ട് പോലെയാണ്. ഇത് നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ 3D മോഡൽ വഴി 3D ആനിമേഷൻ വഴി നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതും റിയലിസ്റ്റിക്കും പക്ഷേ അത്രയും റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ഇതിൽ ചെയ്യാവുന്നതാണ്. യെസ്, പിന്നെ നമുക്ക് അതിൽ പല ഷെയ്ഡ്സൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്, എഡിറ്റ് ചെയ്യാവുന്നത്. ഇനി നമുക്ക് ഇൻ റിയാലിറ്റി സാധനം എടുക്കാം, നമുക്ക് ഇങ്ങനെ എടുക്കാം, കയ്യിലാക്കാം, വീഡിയോ എടുക്കാം, അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതും ഒരു അനങ്ങാത്തൊരു ഷോട്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു പെന്ന്, ഈ പെന്നിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് വിചാരിക്കാം. ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇലയിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഷോട്ടും ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ നേരെ 3D ആനിമേഷൻ ആകണമെന്നെങ്കിൽ ഇപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ ഗൂഗിളിൽ പോവുക. ഓക്കെ, ഗൂഗിളിൽ പോയിട്ട് ഡീപ്പ് മോഷൻ എന്ന് പറഞ്ഞിട്ടൊരു AI സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഡീപ്പ് മോഷൻ എന്ന് അടിക്കുക.
ഡിമോഷൻ എന്ന് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക ഗൂഗിളിൽ. യെസ് ഗൈസ് എന്നിട്ട് ഫസ്റ്റ് വെബ്സൈറ്റ് അമർത്തുക, ഇങ്ങനത്തെ ചിഹ്നമുള്ള. യെസ് ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിഹ്നം വരും. വന്നിട്ട് നമ്മൾ 60 ക്രെഡിറ്റ്സ് ആയിരിക്കും മാസം കിട്ടുക. ഫ്രീമിയാണ് പ്ലാൻ എന്ന് പറയുക. 60 ക്രെഡിറ്റ്സ് ഓരോ മാസം കൂടെ നമുക്ക് റിന്യൂ ആയി കിട്ടുന്നതാണ്. യെസ് ഗൈസ് അപ്പോൾ ഗോച്ച് പോർട്ടലിൽ അമർത്തുക. എന്നിട്ട് നിങ്ങൾക്ക് സൈനിങ് ചെയ്യണമെങ്കിൽ സൈൻ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സൈനിങ് ചെയ്യുക, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പണ്ട് ഞാൻ സൈൻ ചെയ്ത് വെച്ചതാണ്, മീൻസ് പണ്ട് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഗോച്ച് പോർട്ടലിൽ അമർത്തുകയാണെങ്കിൽ ഇങ്ങനത്തൊരു നിങ്ങളുടെ ഏത് അക്കൗണ്ടിലാണോ സൈൻ അപ്പ് ചെയ്ത് ആ സൈൻ അപ്പിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ സൈൻ അപ്പിന് അമർത്തിയാണ്. അപ്പോൾ അമർത്തുമ്പോൾ തന്നെ ഡിമോഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കും വരാം. ഓക്കെ, ഇൻ്റർഫേസിൽ വരുമ്പോൾ തന്നെ വെൽക്കം റഗാസ്വാദ് എൻ്റെ അക്കൗണ്ടിൻ്റെ പേരാണ്. അപ്പോൾ ആനിമേറ്റ് 3D എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ കാണാം 60 ആനിമേഷൻ ക്രെഡിറ്റ് ഫെബ്രുവരി 13 ടു മാർച്ച് 13. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയാം മാർച്ചിൽ നിന്ന് ഫെബ്രുവരി 16. ഓക്കെ യെസ് ഗൈസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ 3D മോഡൽ നേരെ പോയിട്ട് അങ്ങനൊരു ഇതാക്കുക. ഇത് ഞാൻ പണ്ടൊരു ആനിമേഷന് വേണ്ടി ചെയ്തിരുന്നു. ഓക്കെ, യെസ് യെസ് ഇത് നമ്മൾ പണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സാന്റാക്ലോസിൻ്റെ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അങ്ങ് റിമൂവ് ചെയ്യാം. ഇത് പിന്നെ ഞാൻ പണ്ടുണ്ടാക്കിയ എൻ്റെ ഒരു 3D മോഡൽ. എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. യെസ് കേസ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നു വരുമ്പോൾ തന്നെ ഈ ബട്ടൺ അമർത്തുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷനായിരിക്കും വരും. ഇതിൽ നമുക്ക് നമ്മുടെ റിയലിസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റൈലിഷ് അവതാരം ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ അത്രയ്ക്ക് ഒന്നും എന്ത് ഉണ്ടാവില്ല, പെർഫെക്ഷൻ ഉണ്ടാവില്ല. യെസ് കേസ് അപ്പോൾ നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ ബ്രൗസ് ദ ഫയൽ, എന്നിട്ട് നമ്മുടെ ഏതാണോ നമ്മൾ 3D മോഡൽ നമ്മൾ ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്, നമ്മൾ അന്ന് വെച്ചിട്ടുണ്ട്, അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റീനെയിം ഒന്ന് ചെയ്യാൻ പറയുന്നുണ്ട്. ദ കണ്ടന്റ് ഇൻവാലിഡ് ക്യാരക്ടർ റീനെയിം യുവർ ഫയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ റീനെയിം ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകുന്നു. എന്നിട്ട് അവർ റീനെയിം ചെയ്യുകയാണെങ്കിൽ റീനെയിം ചെയ്യുക. അപ്പോൾ മൈ 3D എന്ന് പറഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും പറയുന്നുണ്ട് യുവർ കണ്ടെയ്ൻ ഇൻവാലിഡ് ക്യാരക്ടേഴ്സ് പ്ലീസ് റീനെയിം യുവർ ഫയൽ ട്രൈ അഗൈൻ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും പേരിടാം. വേറെ എന്ത് പേരിടും? വൈ എന്നിടാം. ഓക്കെ, ഓപ്പൺ. യെസ് കേസ് അങ്ങനെ കിട്ടിയാണ് y.fbs എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിട്ടിയേക്കാണ്. നമ്മൾ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അമർത്തുക. ഓക്കെ, അപ്ലോഡ്. യെസ് ഗൈസ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ അപ്ലോഡിങ് കഴിയുകയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴേ നമ്മൾ ചാടിക്കറി അമർത്തരുത്. ഇത് നമുക്കിത് ഫോണിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ലാപ്ടോപ്പില്ല PC-യിലെ വേർഷനാണ് കാണിച്ചു തന്നേക്കുന്നതെന്ന് പറയുന്നത്. ഇതൊരു ഓക്കെ ഒരു 30 സെക്കൻഡോട് അങ്ങ് റെഡിയായി. ഇനി നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. അതിന് മുമ്പ് ഇതാണ് നമ്മൾ 3D മോഡൽ. ഓക്കെ യെസ് ഗൈസ് ഇനി നമ്മൾ ക്രിയേറ്റ് ആനിമേഷൻ അമർത്തുക. അല്ലെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എന്നും പോലെ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് വീഡിയോ ആണോ, ഓക്കെ സ്റ്റഡി ആയിട്ടുള്ള ഏത് വീഡിയോ ആണോ ആ വീഡിയോ നിങ്ങൾക്ക് നേരെ കമ്പോസ് ചെയ്തിട്ട് നമുക്ക് 3D മോഡലാക്കി മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് അമർത്തുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആണ് എടുക്കുന്നത്. ഓക്കെ യെസ് എന്നിട്ട് ഇതിൻ്റെ അടിയിൽ എഴുതുന്നുണ്ട് ഡിസ്ക്രൈബ് ദ മോഷൻ ടു ഏൺ ഫ്രീ ആനിമേഷൻ ക്രെഡിറ്റ്സ്. ഓക്കെ ഡിസ്ക്രൈബ് ആക്ഷൻ ടൈപ്പ് ഡയറക്ഷൻസ് ടൈപ്പ്. ഓക്കെ ഇതിൽ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് എന്ന് എഴുതുക. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഡാൻസിങ്. ഇതൊരു ഡാൻസിൻ്റെ ആണ്. ഡാൻസിങ് എന്നും എഴുതുന്നുണ്ട്. ഡാൻസിങ് എന്ന് മാത്രം എഴുതിയിട്ട് നമ്മൾ അത് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫുഡ് ലോക്കിംഗ് ഒക്കെ ഉണ്ട്. ഓട്ടോ അമർത്തുക അല്ലെങ്കിൽ ഓൾവേസ് അമർത്തുക. ഓൾവേസ് അമർത്തുന്നതായി ഇതിനോട് നല്ലത്. ഇനി നിങ്ങളെ ഫിസിക്കൽ ഫിൽറ്റർ, ഫേസ് ട്രാക്കിങ്, ഹാൻഡ് ട്രാക്കിങ്, അപ്പർ ബോഡി ഓൺലി, അപ്പർ ബോഡി വേണ്ട, അതൊന്നും വേണ്ട. ഐ ട്രാക്കിങ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓണാക്കി വയ്ക്കുക. വീഡിയോ ഔട്ട്പുട്ടിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആനിമേഷൻ നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമ്മുടെ സാധാരണ ഒരു വീഡിയോ മാത്രം മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നമ്മുടെ BG മാറ്റാൻ മതിയല്ലോ.
പക്ഷേ നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ എന്ത് FBX വഴി നമുക്ക് ബ്ലെൻഡർ വഴി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇത് അമർത്തിയാൽ മതി. അപ്പോൾ അതിൽ പല ഓപ്ഷൻസും ഉണ്ടാവും. ഷാഡോ വേണോ, പിന്നെ സിനിമാറ്റിക് ക്യാമറ മോഡാണോ വേണ്ടത്, ഏത് മോഡാണ് വെച്ചാണ്ട്. ഇനി നമ്മൾ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എത്ര ക്രെഡിറ്റ്സ് വരുമെന്ന്. ദ ആനിമേഷൻ വിൽ യൂസ് 17 ഔട്ട് ഓഫ് 16 ക്രെഡിറ്റ്സ്. അവർ 17 ക്രെഡിറ്റ്സ് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. സ്റ്റാർട്ട് ജോബ്സ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇത്തിരി മിനിറ്റ്സ് എടുക്കും, 2-3 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നമ്മുടെ സാധനം ലോഡായി കാണാം. അപ്പോൾ നമ്മൾ ആ വീഡിയോ തന്നെയാണ് ആയിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ബാക്കിൽ നമുക്ക് ആ വീഡിയോൻ്റെ സാധനം കാണാം, നമ്മുടെ ഡാൻസും കാണാം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ലൈറ്റൊക്കെ നമ്മളൊന്ന് കൊടുക്കട്ടെ. ഓവർ ദ വീഡിയോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഫയലാണ് വെച്ചാൽ, അപ്പോൾ നമ്മൾ നേരത്തെ MP4 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ MP4 എന്ന് കാണിക്കുന്നു. GLB ഇട്ടുണ്ട്, FBX ഇട്ടുണ്ട്, BVH കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് പല സാധനങ്ങളും ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ GLB ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളിതാ സാധനം അങ്ങ് റെഡി ആയിക്കാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സാധനം കിട്ടുന്നതാണ്. ഓക്കെ, ആകുമ്പോൾ നമ്മളിതാ സാധനം കിട്ടിയേക്കുവാണ്. ഓക്കെ, കണ്ടില്ലേ, നമ്മൾ ആ ഡാൻസ് തന്നെയാണ് സാധനം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നിങ്ങളിതെന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ബ്ലെൻഡറിൽ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട അറിയില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, അതിനായിട്ട് നമ്മൾ സബ്സ്ക്രൈബും ചെയ്തേക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, താങ്ക് യു. അപ്പോൾ അതിനിടയ്ക്ക് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ എപ്പിസോഡ് ടൈപ്പ്. ഓക്കെ, ബൈ.